നമസ്കാരം, ഞാൻ ഡോക്ടർ ചിന്നു, മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കേരളം പെട്ടെന്നുള്ള മഴക്കെടുതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴക്കാലം അല്ലെങ്കിൽ മഴയുടെ അതിപ്രസരണം കാരണം നമുക്ക് പെട്ടെന്ന് ഈ മഴക്കാല സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാറുണ്ട്. അതിനെക്കുറിച്ചൊരു ലഘു വിശദീകരണം തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നമ്മുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ കാണാറ്. മഴക്കാല രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മൂന്നായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. മെയിൻ ആയിട്ടുള്ളത് വായിലൂടെ വരുന്ന എയർബോൺ ഡിസീസസ്, അതല്ലാതെ നമ്മുടെ വാട്ടർ ബോൺ ഡിസീസസ്, അതായത് വെള്ളത്തിലൂടെ പടരുന്നത്, അതല്ലാതെ മോസ്കിറ്റോയിൽ കൊതുക് സംബന്ധമായിട്ട് പടരുന്ന അസുഖം. ഈ എയർബോൺ ഡിസീസ് അല്ലെങ്കിൽ വായുവിലൂടെ പടരുന്ന അസുഖമാണ് നമുക്ക് കൂടുതലായിട്ട് എപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾക്ക് ഈ COVID-19 പാൻഡമിക് സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ അത് കുറവായിരിക്കും. ബിക്കോസ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന SMS എന്ന് പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ആൻഡ് സാനിറ്റൈസേഷൻ. സാധാരണഗതിയിൽ വൈറസിന്റെ ഇഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. കോവിഡും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരും കുറച്ചും കൂടെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളിൽ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ വൈറസ് സംബന്ധമായിട്ട് കാണുന്നത് പനി, ചുമ, ജലദോഷം, ചെറിയ തരത്തിലുള്ള കഫക്കെട്ട്, മേലുവേദന, തൊണ്ടവേദന എന്നിവയാണ്. ഇത് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ 2-3 ദിവസം കൊണ്ട് ഇത് സെറ്റിൽ ഡൗൺ ആകേണ്ടതാണ്. ചെറിയ കുഞ്ഞുങ്ങളിൽ ബ്രോങ്കിയോളൈറ്റിസ് എന്ന് പറയുന്നത്, അത് ചുമ, പനി, ജലദോഷം, ശ്വാസമുട്ടൽ പോലെയും കാണാറുണ്ട്. ഇതിനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് ആവശ്യമുള്ളൂ. 1% വരെയുള്ള കുട്ടികൾക്ക് ഇത് സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് പോകുന്നതാണ്. ചില കുട്ടികൾ, ചെറിയ ശതമാനം കുട്ടികൾ ഇത് സീരിയസ് അവസ്ഥയിലോട്ടും ന്യൂമോണിയ പോലത്തെ സാഹചര്യങ്ങളിലേക്കും പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിവതും തിരക്കുള്ള സാഹചര്യങ്ങളിലേക്കും കോമൺ ആയിട്ടുള്ള ഷോപ്പിംഗ് മാൾസ്, അതല്ല ഈ പബ്ലിക് ഫംഗ്ഷൻസിലേക്ക് കഴിവതും പോകാതിരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, മാസ്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മൾ സാനിറ്റൈസേഷൻ ചെയ്യുക, കൈകൾ കൃത്യമായിട്ട് വാഷ് ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ ഇൻഫ്ലുവൻസ, അതായത് മഴക്കാല സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് IAP ഇൻഫ്ലുവൻസ വാക്സിൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡോസ് 6 മന്ത്സിന് ശേഷം 2 ഡോസസ് 1 മന്ത് എപ്പാർട്ടും, അതിനുശേഷം എല്ലാ വർഷവും മൺസൂൺ സീസണിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അത് ഒരു പരിധി വരെ അസുഖങ്ങളെയും നമ്മുടെ ബുദ്ധിമുട്ടുകളെയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. അത് 5 വയസ്സ് വരെ നമുക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കഴിവതും കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ്സും കാര്യങ്ങളും ഒഴിവാക്കുന്നതും എപ്പോഴും നല്ലതായിരിക്കും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ജലത്തിലൂടെ പടരുന്ന അസുഖങ്ങളാണ്. ജലത്തിലൂടെ പടരുന്ന അസുഖങ്ങൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, അതോടൊപ്പം തന്നെ എലിപ്പനി തുടങ്ങിയവയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ വെട്ടിത്തിളച്ച വെള്ളം മാത്രം ഉപയോഗിക്കാം. വെജിറ്റബിൾസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും ഏത് തരത്തിലുള്ളതാണെങ്കിലും നല്ല വൃത്തിയിൽ കഴുകി അതിന് ശേഷം ഉപയോഗിക്കാം. പാകം ചെയ്ത ഭക്ഷണം എപ്പോഴും നമ്മൾ അടച്ചു തന്നെ വെക്കാൻ ശ്രമിക്കുക. മഴക്കാല സംബന്ധമായിട്ട് വെള്ളത്തിലൂടെ പടരുന്ന അസുഖങ്ങൾ നമുക്ക് എങ്ങനെയും പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തി ശുചിത്വം കൊണ്ട് മാത്രമാണ് സാധിക്കുകയുള്ളൂ. നമ്മുടെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി തന്നെ വെക്കുക, പ്രത്യേകിച്ച് കുട്ടികളുടെയും. അതോടൊപ്പം തന്നെ കുട്ടികളെയും അവരുടെ വ്യക്തി ശുചിത്വം നമ്മൾ ചെറുപ്പകാലം മുതലേ പഠിപ്പിച്ചു തുടങ്ങുക. മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും പിൻപും ഒക്കെ കൃത്യമായിട്ട് അവരെ കൈ കഴിയുന്നതിന് ശേഷം മാത്രം എല്ലാം ചെയ്യാൻ പഠിപ്പിക്കുക. കുഞ്ഞുങ്ങളിൽ സാധാരണ വെള്ള സംബന്ധമായിട്ട് വെള്ളത്തിലൂടെ പടരുന്ന അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എലിപ്പനിയാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ മൂർച്ഛിക്കുന്നത് കൊണ്ട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ്. കർഷകരിലും ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരിലാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത്. പക്ഷേ കുട്ടികൾ അവരുടെ കാലിൽ ചെറിയ മുറിവുകളൊക്കെ വെച്ചിട്ട് അവർ ചെടിവെള്ളത്തിൽ ഇറങ്ങുകയും ചില കുട്ടികളൊക്കെ ചിലപ്പോൾ കന്നാരച്ചക്കയൊക്കെയുള്ള തോട്ടത്തിലൂടെ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എലിമൂത്രവുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് അസുഖം പടരുന്നത്. കുളങ്ങളിലും കനാലുകളിലും കുളിക്കാൻ പോകുന്ന കുട്ടികളിലൊക്കെ ഇത് സാധാരണഗതിയിൽ കാണാറുണ്ട്. കുട്ടികളിൽ അസഹനീയമായ മേലുവേദന, പനി, തലവേദന ഒക്കെ കാണുകയാണ്. പ്രത്യേകിച്ച് 2-3 ദിവസത്തിനുള്ളിൽ ഇത് വർദ്ധിക്കുകയും അവരുടെ മൂത്രബോധത്തിന്റെ അളവ് കൂടുകയും അവർക്ക് ബോധക്കേട് പോലെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ. കഴിവതും ഈ ചെളിവെള്ളത്തിലുമായി സമ്പർക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് കുട്ടികൾ ചെളിവെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ അത് കാലൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി സോപ്പിട്ട് കഴുകാൻ ശ്രമിക്കുക. വളരെ സംശയാസ്പദമായ രീതിയിലുള്ള ചെളിവെള്ളവുമായിട്ട് സമ്പർക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. അത്
എടുക്കാവുന്നതുമാണ്. മൂന്നാമത്തെ വിഭാഗം കൊതുക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. അത് ശുദ്ധമായ വെള്ളത്തിൽ വളരുന്ന കൊതുകുകളും അശുദ്ധമായ വെള്ളത്തിൽ വളരുന്ന കൊതുകുകളും ഉണ്ട്. അശുദ്ധ വെള്ളത്തിൽ വളരുന്നത് മലേറിയയും ഫൈലേറിയാസിസും, അതായത് നമ്മുടെ മന്ത് രോഗവും മലേറിയയുമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ശുദ്ധ വെള്ളത്തിൽ വളരുന്ന ഡെങ്കുവും ചിക്കൻ ഗുനിയുമാണ്. കുട്ടികൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് ഡെങ്കിയാണ്. എന്തുകൊണ്ടെന്നാൽ ഡെങ്കി സാധാരണഗതിയിൽ പനി, അതോടൊപ്പം തന്നെ ദേഹം വേദന, അസഹനീയമായിട്ടുള്ള തലവേദന, പിന്നെ ഡെങ്കിയുടെ കോംപ്ലിക്കേഷൻസ് ആയി വരുന്ന ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്കിലോട്ടൊക്കെ പെട്ടെന്ന് തന്നെ കുട്ടികൾ പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ അണുക്കളായ പ്ലേറ്റ്ലെറ്റ്സിന് ഇത് കുറച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് ചില കുട്ടികളൊക്കെ ഡെങ്കി ഹെമറാജ്, അതായത് ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ്, അതായത് രക്തസ്രാവത്തിന്റെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇങ്ങനത്തെ അസുഖങ്ങളുടെ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി. കൊതുകിന്റെ വളർച്ച തടയുക എന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും ഒക്കെ കൊതുകിന്റെ വളർച്ച വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ചിരട്ടകൾ, പിന്നെ നമ്മൾ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ പ്ലാന്റ്സ് ഒത്തിരി ഉണ്ടാകും, പ്ലാന്റ്സിന്റെ ചെറിയ അടിയിലത്തെ തട്ടുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുക. അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന പരിസരങ്ങളും സാഹചര്യങ്ങളും എല്ലാം നമ്മൾ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും വീടുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ, അതായത് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളവും ഒക്കെ എടുത്തു കളയാൻ പ്രത്യേകമായിട്ടൊരു ഡ്രൈ ഡേ ആചരിക്കാനും ശ്രമിക്കുക. പിന്നെ നമ്മൾ കുട്ടികളിൽ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഉടുപ്പുകൾ ഉപയോഗിക്കുക. മോസ്കിറ്റോ റിപ്പലൻസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ചില കുട്ടികളിൽ ചിലപ്പം ഈ ചുമ, ആസ്മയൊക്കെ ഉള്ള കുട്ടികൾക്ക് റിപ്പലൻസ് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. നമ്മൾ കുട്ടികളുടെ മേത്തേക്ക് പരട്ടാതെ ഡ്രസ്സുകളിൽ പരട്ടാൻ ശ്രമിക്കുക. കോയിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുത്തു സ്മെല്ല് ചിലർക്ക് പറ്റാത്തതായിരിക്കും. നമ്മൾ അത് ആളുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കൊതുക് വലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ കിണറുകളും അതോടൊപ്പം തന്നെ ടാങ്കുകളും ഒക്കെ വലയിട്ട് മൂടുക. അതോടൊപ്പം തന്നെ അത് നിർദ്ദിഷ്ട സമയങ്ങളിൽ കിണറുകളുടെ ശുചീകരണവും ടാങ്കുകളുടെ ശുചീകരണവും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇപ്പം പ്രളയബാധിതരായിട്ടുള്ള ഏരിയാസിലുള്ള ആൾക്കാർ ഇപ്പം വീട്ടിലൊക്കെ വെള്ളം കെട്ടിക്കിടന്നതിന് ശേഷം അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ പലരും കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മഴക്കാല സമയങ്ങളിൽ ഇഴജന്തുക്കളുടെ അതിപ്രസരം വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇഴജന്തുക്കൾ, പാമ്പ് തുടങ്ങിയവ നമുക്ക് കുട്ടികളാണെങ്കിലും അവരത് ശ്രദ്ധിക്കത്തില്ല. അപ്പം നമ്മൾ വലിയൊരു ശ്രദ്ധിക്കുക. ഇനി പ്രളയമൊക്കെ നടന്ന ഏരിയാസ് ആണെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആ വീട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഫൈലാക്സിസ് കൃത്യമായിട്ട് എടുക്കേണ്ടതാണ്. നമ്മൾ ചെളിവെള്ളത്തിലൊക്കെ സമ്പർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് നമ്മുടെ മതിലുകളൊക്കെ വളരെ കുതിർന്നിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ കുട്ടികളെയൊക്കെ ആ പ്രദേശത്തേക്ക് വിടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇലക്ട്രിസിറ്റി നമുക്ക് അറിയാവുന്നതാണ്, നനവുള്ള പ്രതലത്തിൽ ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു നനഞ്ഞ ഒരു പ്രതലത്തിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം മാത്രം പോവുക. നമ്മൾ ഒരു പ്രളയ സംബന്ധമായിട്ടുള്ള പ്രശ്നം നടന്ന ഒരു വീടാണെങ്കിൽ മെയിൻ സ്വിച്ച് എപ്പോഴും ഓഫ് ചെയ്തിടുക. ഈർപ്പമൊക്കെ മാറിയതിന് ശേഷം മാത്രം ഇതൊക്കെ ഓൺ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വ്യക്തി ശുചിത്വമാണ് നമ്മളുടെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മഴക്കാല സംബന്ധമായിട്ട് നമ്മുടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ പ്രയാസമുള്ളത് കൊണ്ട് പലർക്കും പൂപ്പൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കാണാറുണ്ട്. എന്തെങ്കിലും ഒരു രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു വൈദ്യസഹായം തേടുക. കഴിവതും നല്ല ഉണങ്ങിയ തുണികൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ. നന്ദി, നമസ്കാരം.